പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദിവസത്തെ പ്രയത്നത്തിന്റെ ഫലമായി ചാറ്റുളി എന്ന സിനിമ ഇന്ന് റിലീസായി. ജാഫ്രഡിക്കിന്റെയും ഈ 2 വർഷത്തിന് എനിക്ക് ഏറ്റവും നല്ലത് ചുരുളി കഴിഞ്ഞ പിന്നെ ആ ടൈപ്പല്ല, വേറൊരു നല്ല അടിപൊളിയായിട്ടായിരുന്നു. ഇതിനോടൊപ്പം 80 തിയേറ്ററുകളിലാണ് ഈ സിനിമ റിലീസായിട്ടുള്ളത്. കാടിന്റെ പശ്ചാത്തലത്തിൽ അട്ടപ്പാടിയിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. പ്രതികാരത്തിന്റെ കഥ പറയുന്ന ഒരു ത്രില്ലർ മൂവിയാണ് ചാറ്റുളി എന്ന് പറയുന്നത്. അടിപൊളി അല്ലേ? അടിപൊളി പടം അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി പടം. എങ്ങനെയല്ലേ? കാലഘട്ടങ്ങളിലേക്ക് പറ്റിയ അടിപൊളി പടം അല്ലേ? അടിപൊളി, സൂപ്പർ ആണല്ലേ? നല്ല ചിത്രീകരണം അല്ലേ? ജാഫ്രഡിക്കുള്ള സൂപ്പറാക്കിയിട്ടുണ്ട്. ജാഫ്രഡിക്കിന്റെയും ഈ 2 വർഷത്തിന് എനിക്ക് ഏറ്റവും നല്ലത് ചുരുളി കഴിഞ്ഞ പിന്നെ ആ ടൈപ്പല്ല, വേറൊരു നല്ല അടിപൊളിയായിട്ടൊരു അടിപൊളി പടം ആണല്ലേ? നന്നായിട്ടുണ്ട്. നല്ലൊരു വ്യത്യസ്തമായിട്ടൊരു നല്ല ചിത്രീകരണം അല്ലേ? നല്ല ചിത്രീകരണം, നല്ല ഫോട്ടോഗ്രാഫിയാണ്. നല്ല അടിപൊളി പടം അല്ലേ? അച്ചാർ പടം. ഓക്കെ ഓക്കെ. പടം കണ്ടിരുന്നു. നല്ല പുതുമുള്ള ഒരു ചിത്രമാണ് അല്ലേ? ഓക്കെ അല്ലേ? പ്രസക്തമായ ഒരു ആശയങ്ങളെ ഒത്തിണക്കിയ നല്ലൊരു അതെ അതെ. നാച്ചുറൽ അഭിനയം, നല്ല അടിപൊളി മേക്കിംഗ്, ത്രില്ലർ ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, ഫാമിലിയാണ്. പിന്നെ എന്താ പറയാ, ഒരു ഭയങ്കര ഹൊററും എല്ലാം കൂടി മിക്സ് ആണ്. നല്ല ത്രില്ലർ മൂവിയാണ്. വലിയൊരു കുട്ടികൾക്ക് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. പ്രൊഡ്യൂസറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സുഖേട്ട, പടം നല്ല അഭിപ്രായമാണല്ലോ, ഭയങ്കര ത്രില്ലടിപ്പിക്കുന്നത്. എന്താണ് ഈ സിനിമയെ പറ്റി പറയുള്ളത്? സിനിമ നന്നായി വന്നിട്ടുണ്ട്. സാധനം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കഥയുടെ പിന്നെ ട്രൈബൽസിന്റെ ഒരു കഥയാണ്. അപ്പൊ അതിന്റെ ആ ഒരു പ്രതികാരവും അവരുടെ ഒരു ജാഫ്രഡിക്ക് എന്ന മാരി എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കണ്ണുകൊട്ടനായിട്ട് അഭിനയിക്കുന്നൊക്കെ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാടിന്റെ ഭംഗിയെ ഒപ്പെടുത്തു എന്ന് പറയാനായിട്ട് ക്യാമറമാൻ പ്രമോദ് കെ പിള്ള ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിന്നെ മുന്തിരിവള്ളികൾ തളർത്തപ്പോൾ, അതുപോലെ പിന്നെ പോളിടെക്നിക്, എലോൺ മോഹൻലാൽ, അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ആ കാടിന്റെ ഭംഗി ആയിട്ട് തന്നെ അത് ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഡയറക്ടർ നമ്മുടെ രാജ്ബാബു സാറ്, ചെസ് ഗംഗാരു എന്ന സിനിമയുടെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ മികവും അദ്ദേഹം ഇതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പരിമിതികൾ വെച്ച് കാട്ടിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് അതിന്റെ പരിമിതികൾ വെച്ചിട്ടാണ് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. ഇത് ഫുള്ള് അട്ടപ്പാടിയാണെന്ന് പറഞ്ഞു. അട്ടപ്പാടിയിലെ ഫോറസ്റ്റിനുള്ളിൽ വെച്ചാണ് ഫുള്ള്, ഏകദേശം ഫോറസ്റ്റിന് പെർമിഷൻ മേടിച്ചിട്ട് ഫോറസ്റ്റിൽ തന്നെ ആണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വല്ലാത്തൊരു ഒരു എഫക്റ്റ് ആണ്. ഇനിയിപ്പോ നമ്മൾ മേക്കിങ്ങിലേക്ക് വരാം. പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതേപോലെ തന്നെ മൊത്തത്തിലുള്ളൊരു മേക്കിങ്ങിനെ പറ്റി ഈ പ്രേക്ഷകർ പറയണ്ടേ? നല്ല രീതിയിൽ തന്നെ ആകണമെന്ന് ഞങ്ങള് രാജ്ബാബു സാറിനോട് പറഞ്ഞത്. അതുപ്രകാരം തന്നെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. അതിന്റെ പിന്നെ BGM ചെയ്ത രാഹുൽ രാജാണ്. അദ്ദേഹം അതിലൊരു സോങ്ങും ചെയ്തിട്ടുണ്ട്. കാട്ടിൽ വെച്ചൊരു പാട്ടുണ്ട്. ആ പാട്ടും പുള്ളിയാണ് അദ്ദേഹമാണ് ചെയ്തത്. നല്ല രസമായിട്ട് BGM ചെയ്തു എന്നൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യം മുതൽ അവസാനം വരെ അതെന്നെ പ്രേക്ഷകർ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു രീതിയിലുള്ള BGM ആണ് രാഹുൽ രാജിനെന്ന് പറയുന്നത്. പടത്തിന് ഒരുപാട് ഗുണം ചെയ്തു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ BG ബാലിന്റെ ഒരു സോങ് ഉണ്ട്, വളരെ ഭംഗിയായിട്ട് സോങ് ഉണ്ട്. അതിന്റെ ജസ്റ്റിൻ ദിലിപ്പോസ് എന്ന പുതിയ ഒരാള്, അദ്ദേഹത്തിനാണ് 2 പാട്ടുകൾ, ഒരു കണ്ട് കുടിപ്പാട്ടും അതുപോലെ തുടക്കത്തിലുള്ള ഒരു പാട്ടും. പിന്നെ ജസ്റ്റിൻ ദിലിപ്പോസ് എന്ന് പറഞ്ഞ ഒരു കന്നഡയിലൊക്കെ സോങ് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നന്നായി അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ വളരെ ഭംഗിയായിട്ട്. പ്രേക്ഷകർ കൂടെ പറയണ്ടേ, ഒരു പ്രതികാരത്തിന്റെ കഥയാണ്. അപ്പോൾ അതന്നെ വരുമ്പോൾ നമ്മൾ ഒരു ആകാംക്ഷ പടം കാണാൻ വേണ്ടി. കാരണം ആ ഒരു പ്രതികാരം എന്നുള്ള ഒരു പോയിന്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ക്ലൈമാക്സിൽ ജനങ്ങളെ അങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു കഥയായിട്ടാണ് ഇപ്പൊ പറയുന്നത്. അത് അങ്ങനെയാണല്ലോ വേണ്ടത്. ആളുകൾക്ക് പിന്നെ കൂടുതൽ കാണാൻ താല്പര്യവും എന്തെങ്കിലും പ്രതികാരവും കുറച്ച് അതിന് മറുപടിയായിട്ടും വരുമ്പോഴാണല്ലോ ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യാം. സ്ഥലം പോലും ലാഗിങ് ഇല്ല, നന്നായി ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും പടം ഹിറ്റാകട്ടെ, എന്തൊരു ഉഷാറാവട്ടെ, നല്ലൊരു ദൃശ്യവിസ്മയം കാഴ്ചവെച്ച് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും.